ബിഗ് ബോസിൽ ഇന്നലെ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ജാസ്മിൻ്റെ വീട്ടിൽ നിന്നും വിളിച്ച വിവരമാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. ജാസ്മിൻ്റെ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയാഘാതമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് വെളുപ്പിച്ചത്. ബിഗ് ബോസിൽ വന്നതിന് ശേഷമുള്ള അവസരങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് കളിക്കാൻ ജാസ്മിന് പറ്റില്ല എന്നും ബിഗ് ബോസ് ചോദിച്ചു. ഇതിനെ തുടർന്നാണ് ജാസ്മിൻ്റെ അച്ഛനും അമ്മയും ജാസ്മിനെ വിളിച്ചത്. എന്നാൽ എന്താണ് അവർ വിളിച്ചു പറഞ്ഞതെന്ന് ബിഗ് ബോസ് കാണിച്ചിട്ടില്ല. ജാസ്മിൻ്റെ വാപ്പ വിളിച്ചു പറഞ്ഞ് ഈ വെള്ളിയാഴ്ച ഒരു ഓപ്പറേഷൻ ഉണ്ടെന്നാണ്, ഹൃദയത്തിൻ്റെ ബ്ലോക്ക് മാറ്റാനുള്ളതാണെന്ന്. ഇപ്പോൾ ബ്ലോക്ക് കൂടി, തലേദിവസം ചില സംഭവങ്ങളുണ്ടായി, അതുതന്നെയാണ് തൻ്റെ ഹൃദയത്തിന് പരിക്കേൽപ്പിച്ചതെന്ന് വാപ്പ പറഞ്ഞതിനെ തുടർന്ന് ജാസ്മിൻ ഇന്നലെ വികാരനിർഭരമായ നിമിഷമുണ്ടായിരുന്നു. ഏകദേശം എല്ലാവരോടും സംസാരിക്കാതെ ഒരുപാട് നേരം മാറിയിരിക്കുന്ന ജാസ്മിനെയാണ് കണ്ടത്. ജാസ്മിന് ഷോ ക്വിറ്റ് ചെയ്യാൻ പോലും തോന്നി. ഗബ്രിയോട് മാത്രമാണ് ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. ഞാൻ നിൻ്റെ കൂടെ നിൽക്കുന്നത് കണ്ട് എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ച് വാപ്പയ്ക്ക് മനോവിഷമം ഉണ്ടായി എന്നാണ് തോന്നുന്നത്. അതെനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം ജാസ്മിൻ പറയുന്നു. ജാസ്മിൻ ക്വിറ്റായി കഴിഞ്ഞാൽ അതെല്ലാവർക്കും വളരെയധികം സന്തോഷമാകും. പക്ഷേ ജാസ്മിനും ഗബ്രിയും കൂടിയാണ് ആ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 6ാം തവണയും ബിഗ് ബോസ് മലയാളത്തിൽ തരംഗം സൃഷ്ടിച്ച് കരഞ്ഞിരിക്കുന്നു എന്ന് പറയാം. ശക്തരായ മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് അറിയാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. എന്തായാലും ഫൈനൽ 5 ലിസ്റ്റിലേക്ക് ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. നിലവിലെ പ്രകടനം കൊണ്ട് മത്സരബുദ്ധിയിലും ഒന്നാമത് നിൽക്കുന്നത് ജാസ്മിൻ തന്നെയാണ്. എന്നാൽ ജാസ്മിൻ ഷോ വിട്ട് സ്വയം പുറത്തേക്ക് പോയ തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. ജാസ്മിൻ്റെ പിതാവിന് സുഖമില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഫോൺ വന്നിരുന്നു. ആ നേരം മുതൽ തന്നെ ആരോടും സംസാരിക്കാതെ മാറിയിരിക്കുന്ന ജാസ്മിനെയാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. മത്സരത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ജാസ്മിൻ നടത്തിയ പ്രവൃത്തിയിലൂടെ ഇതൊക്കെ വ്യക്തമാകുന്നുണ്ട്. ജാസ്മിൻ്റെ വാപ്പ ആശുപത്രിയിലാണെന്നാണ് ബിഗ് ബോസ് അറിയിച്ചത്. വാപ്പ സംസാരിച്ചതിൽ ഓപ്പറേഷൻ വേണമെന്നടക്കം പറഞ്ഞിരുന്നു. എന്നാൽ കൺഫെഷൻ റൂമിൽ നിന്നും തിരികെ എത്തിയ ജാസ്മിൻ വളരെ സൈലൻ്റ് ആയിട്ടാണ് കാണപ്പെട്ടത്. എൻ്റെ വാപ്പയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായത് ഇവിടെ എൻ്റെ പെരുമാറ്റം കണ്ടിട്ടാണോ എന്നാണ് എനിക്ക് സംശയമെന്ന് ജാസ്മിൻ പറയുന്നു. അത് ജാസ്മിൻ്റെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. സഹമത്സരാർത്ഥികളുടെ മുഖത്തോ അല്ലെങ്കിൽ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ അവരിന്ന് തൊടാൻ പോലും സമ്മതിക്കാതെയായിരുന്നു ജാസ്മിൻ കഴിഞ്ഞ ദിവസം നിന്നത്. ഗബ്രിയെ പോലും ദേഹത്ത് തൊടാൻ സമ്മതിച്ചില്ല എന്നാണ് പറഞ്ഞത്. ശരീരത്തിൽ തുടരുത് എന്ന് ഗബ്രിയോട് പറയുന്നത് നമുക്ക് കേൾക്കാം. ഗബ്രി അത്തയ്ക്ക് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നു. പെട്ടെന്നെന്തോ പറ്റിയിട്ടാണ്, എനിക്കറിയാൻ പാടില്ല. ഇതിനകത്ത് നടന്ന കാര്യങ്ങൾ കണ്ടിട്ടാണോ അങ്ങനെ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയാണ് ഗബ്രിയോട് ജാസ്മിൻ പറയുന്നത്. ഇതിനുശേഷം അടുത്തിരുന്ന് ആശ്വസിപ്പിക്കാൻ ഗബ്രി വന്നതോടെ ശരീരത്തിൽ തൊടാൻ സമ്മതിക്കാതെ വേഗം ഒഴിഞ്ഞു മാറുകയായിരുന്നു താരം. ഗബ്രിയെ വേഗം അകറ്റി നിർത്താൻ ശ്രമിക്കുന്നതിനിടെ താരം പൊട്ടിക്കരയുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതോടെ ജാസ്മിൻ ഷോ വിട്ടു പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തു ചെയ്യണമെന്നറിയില്ലെന്നും എവിടെ നിന്ന് പോകണമെന്നുമാണ് ജാസ്മിൻ പറയുന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്, മെൻ്റലി എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് നീയാണെന്നും പറയുന്നു. അത് പുറത്തു പോയി തെറ്റായിട്ടാകും, ഒരു പക്ഷേ എൻ്റെ ഓവർ ചിന്തയാകാം. നമുക്കിത് കുറയ്ക്കാം, ഞാൻ ക്വിറ്റ് ചെയ്യട്ടെ, എനിക്കിനി പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ഇത് തന്നെ വലിയ പ്രശ്നമായി മാറുകയാണ്. എനിക്കിവിടെ പറ്റുന്നില്ല, കോൺഫിഡൻസ് മൊത്തം പോകുന്നു. ഞാൻ ജീവിക്കുന്നത് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ്, അത് പോയാൽ പിന്നെ ഞാനില്ല, എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയാൽ മതി. ഇനി എനിക്ക് കളിക്കാൻ പറ്റില്ല, എൻ്റെ എല്ലാം പോയി, വിശ്വാസം, കോൺഫിഡൻസ്, ധൈര്യമെല്ലാം പോയെന്ന് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.